അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളും ചതയം, പൂരുരുട്ടാതി, മുക്കാല്. പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ഇവർക്ക് ലഗ്നത്തിൽ രാഹുവാണ്. പല വ്യത്യസ്ത ചിന്തകളും കൂലങ്കഷമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥ കൈവരും. എല്ലാ തരത്തിലുള്ള സംശയങ്ങളും നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഉടലെടുക്കുകയും അത് ഒന്ന് ശരിയല്ല മറ്റൊന്ന് ശരിയാണ് എന്നൊക്കെ തോന്നുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ബുധൻ വക്രത്തിലാണ്, 5-ാം ഭാവത്തിലാണ്. അതും മാനസികമായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. അത് വളരെ സൂക്ഷിച്ച് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. അത് മത്സരങ്ങളിലൊക്കെ വിജയം നേടാനും ശത്രുക്കളില്ലാതെയാകാനും ശത്രുക്കളെ കൊണ്ടുള്ള നമുക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവ് വരുത്താനും അനുകൂലമാക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. 6-ാം ഭാവത്തിലേക്ക് സൂര്യനും കൂടെ വരുമ്പോൾ നമ്മുടെ ശത്രുക്കളെ മറികടക്കാൻ, അവരുടെ പ്രവർത്തന മൂലം നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ തീർക്കാനുമൊക്കെ സാധ്യതയുണ്ട്. കഴിയുന്നത്ര മറ്റുള്ളവരോട് അഹങ്കാരത്തോടുകൂടി ഉള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കാതിരിക്കുക. അത് പ്രദർശിപ്പിക്കുന്നത് മൂലമുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. ധനപരമായിട്ട് മെച്ചപ്പെടും. ധനവരുമാന മാർഗങ്ങളൊക്കെ മെച്ചപ്പെടും. പഴയ ചില കുടിശ്ശികകളും മറ്റുമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിൽ ചില ചിലവുകളൊക്കെ കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഉറക്കം ശ്രദ്ധിക്കേണ്ടതാണ്. കുറവ് കൊണ്ടുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുടെ ഭാവി മുതലായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില നൂതന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അവരുടെ അഭിപ്രായങ്ങളും കൂടെ കേട്ടുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള പുതിയ വിദ്യാഭ്യാസത്തിലേക്ക്, പുതിയ കോഴ്സുകളിലേക്ക് ചേരാനോ അല്ലെങ്കിൽ വിദേശ യാത്ര ചെയ്യാനോ ഒക്കെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. അത് അവരുടെയും കൂടെ അഭിപ്രായം കേട്ട് വേണ്ട രീതിയിൽ പരിഹാരം തേടേണ്ടതാണ്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാദേവിയെ ഭജിക്കുക, ദുർഗാക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ സപ്തശ്ലോകി പാരായണം ചെയ്യുന്നതും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും. ചുവന്ന പരിപ്പ് ദാനം ചെയ്യുക, അതുപോലെ തന്നെ പക്ഷികൾക്ക് ധാന്യം വിതറി അത് അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്.